സ്ത്രീ പ്രാതിനിധ്യം കൂട്ടി ബി.ജെ.പി. ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച കെ. സുരേന്ദ്രൻ. കാസർഗോഡ് എം.എൽ. അശ്വിനി, തൃശൂരിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം, മലപ്പുറത്ത് ദീപ പുഴയ്ക്കൽ, കൊല്ലത്ത് രാജീവ് പ്രസാദ് എന്നിവർ ചുമതലയേറ്റു. വിമതർ ഇടഞ്ഞുനിന്ന് പാലക്കാട് പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. 27 അധ്യക്ഷന്മാരിൽ 3 പേരൊഴികെ എല്ലാം പുതുമുഖങ്ങളാണ്. 3 പേർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുമുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ട്. നിരവധി നേതാക്കൾ മുസ്ലിങ്ങളായിട്ട് ബി.ജെ.പിയിലുണ്ട്. അടുത്ത പുനഃസംഘടനയാവുമ്പോൾ ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും മുസ്ലിം ജില്ലാ പ്രസിഡന്റ് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തർക്കം നിലനിൽക്കുന്നതിനാൽ പത്തനംതിട്ട, ഇടുക്കി സൗത്ത്, തിരുവനന്തപുരം സൗത്ത് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. വി.എസ്. അനു ഉണ്ട് വിശദാംശങ്ങളുമായി. അനു, വിവരങ്ങൾ. ബി.ജെ.പി. അതിന്റെ സംഘടനാ സംവിധാനം പുനർനിർണയിച്ചുകൊണ്ട് 30 ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുകയാണ്. അതായത് 30 ജില്ലകൾ കേന്ദ്രീകരിച്ചാകും ഇനി ബി.ജെ.പിയുടെ പ്രവർത്തനം. ഇതിൽ 27 ജില്ലാ പ്രസിഡന്റുമാരുടെ പട്ടികയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 4 ജില്ലകളിൽ, അതായത് മലപ്പുറം തീരദേശ മേഖലയിൽ ദീപ പുഴയ്ക്കൽ ഉൾപ്പെടെ 4 ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് വനിതകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായി 3 ജില്ലാ പ്രസിഡന്റുമാരായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ 2 ജില്ലകളിൽ SC/ST വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഉൾപ്പെടുത്തി. ഇങ്ങനെ ഇതുവരെയും പാർട്ടിക്ക് ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് കൊണ്ടുവരുന്നത്. അതേസമയം തിരുവനന്തപുരം സൗത്ത്, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാരെ കണ്ടെത്താൻ വേണ്ടി ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല. തർക്കം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കുമെന്നാണ് അല്പസമയം മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ഉണ്ടായിരുന്ന വിഭാഗീയ പ്രശ്നങ്ങളാണ്. 9 കൗൺസിലർമാർ, അതായത് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കം 9 പേർ രാജിവെക്കുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ അഭ്യൂഹങ്ങൾ മാത്രമല്ല, അവർ ഒരു ഘട്ടത്തിൽ അത് പരസ്യമായി പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് വളരെ വേഗത്തിൽ RSS നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും തൽക്കാലത്തേക്ക് ഈ വിഷയം ശമിപ്പിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇതൊരു പൂർണ്ണമായി ഈ വിഷയം പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കരമന ജയൻ, അദ്ദേഹത്തിന് 60 വയസ്സിന് മേൽ പ്രായമുണ്ട്. ഇങ്ങനെ പ്രായം കൂടിയ ആളിനെയും എന്തിനാണ് ജില്ലാ പ്രസിഡന്റ് ആക്കിയത് എന്ന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും പറയുന്നു. ഏതായാലും ഈ കോൺഗ്രസിന്റെ പുനഃസംഘടന നടക്കാത്ത സമയത്ത് ഞങ്ങൾ പുനഃസംഘടന നടത്തുന്നു എന്നുള്ള ഒരു വാദമാണ് ബി.ജെ.പി. മുന്നോട്ട് വെച്ചതെങ്കിൽ അങ്ങനെ വരുമ്പോൾ കൂടി ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പ്രഖ്യാപിച്ച 27 ജില്ലാ പ്രസിഡന്റുമാരിൽ 23 പേരും മുൻ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന വി. മുരളീധരന്റെ ഒപ്പം നിൽക്കുന്നവരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 4 പേർ പി.കെ. കൃഷ്ണദാസ് പക്ഷത്ത് നിന്നുള്ളവരാണ്. ശരി, വി.എസ്. അനുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.